വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചടങ്ങിൽ നിന്ന് ഭാരതാംബ ചിത്രം രാജ്ഭവൻ ഒഴിവാക്കിയിരുന്നു. ഗോപാൽ ഷീല സനലും റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഗോപാൽ ഷീല സനലിലേക്ക്. ഗുഡ് ഈവനിംഗ് ഗോപാൽ. ഗോപാൽ രാജ്ഭവനിൽ ഉണ്ടായിരുന്നു. രാജഹംസം പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ഉള്ളടക്കമൊക്കെ വായിച്ച ആളുകൂടിയാണ് ഗോപാൽ ഷീല സനൽ. പക്ഷേ ഇരുവർക്കുമിടയിലുള്ള ഒരു സൗഹൃദം അത് ഇന്നത്തെ പരിപാടിയിൽ പൊതുവെ ദൃശ്യമായിരുന്നു. ഈ ആർട്ടിക്കിൾ 200ന്റെ വിമർശനം ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായിട്ടും ആ സൗഹൃദം പ്രകടമായിരുന്നു. അത് ആ പരിപാടിയുടെ തുടക്കം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാവുന്നതാണ്, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള തർക്കം അത് ഉണ്ടാകുന്നത് ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുന്നത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ ചിത്രം മൂലം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി പി പ്രസാദ് സമാനമായ കാര്യം മൂലം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ക്ഷണം കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് ആവശ്യപ്പെട്ടത് ഈ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കരുത് എന്നത് തന്നെയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വഴങ്ങി ആ പരിപാടിയിൽ നിന്ന് ചിത്രം പൂർണ്ണമായും ഒഴിവാക്കുകയുണ്ടായി. കൂടാതെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചാണ് ഈ വേദിയിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. അതിൽ അവർ തമ്മിലുള്ള സൗഹൃദം ഏറ്റവും പ്രകടമായി നമുക്ക് തോന്നിയത് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു നിലവിളക്ക് കൊളുത്തിയിരുന്നു. ആ നിലവിളക്ക് കൊളുത്തും നേരം ആദ്യം ഈ തിരി കൊളുത്തുന്നതിന് വേണ്ടിയുള്ള ചെറിയ വിളക്ക് എടുക്കുന്നത് ഗവർണറായിരുന്നു. തുടർന്ന് ആ വിളക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലേക്ക് പിടിപ്പിച്ചു കൊടുത്ത് നിങ്ങൾ കത്തിക്കൂ എന്ന് പറഞ്ഞ് പരസ്പരം ചിരിയോടുകൂടി ഇരുവരും ചേർന്ന് ആ വിളക്കുകൾ കത്തിക്കുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതായത് ഇതിൽ ഒരു ഭാഗത്ത് രാജ്ഭവനിലെ ഗവർണറുടെ നിയമോപദേഷ്ടാവായ അഡ്വക്കേറ്റ് ശ്രീകുമാർ എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട്. നിയമസഭയുടെയും ഗവർണറുടെയും അധികാരങ്ങളെ സംബന്ധിച്ചതാണത്. അത് രാജ്ഭവൻ ജേർണലിൽ വന്നു എന്ന് കരുതി സർക്കാരിന്റെ നിലപാട് അങ്ങനെയാണ് എന്ന് കരുതരുത് എന്നും ഗോപാൽ. താങ്ക് യു. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, സർക്കാരും ഗവർണറും തമ്മിൽ എപ്പോഴും ആ ഒരു പോര് മുറുകുന്നതും അയയുന്നതുമൊക്കെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി വന്നതിന് ശേഷം നമ്മൾ കാണുകയാണ്. പക്ഷേ ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്നതിന് മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല. ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുന്നു. പുഞ്ചിരിയോടുകൂടി ശശി തരൂരിനെ ഇടത്തും മുഖ്യമന്ത്രി പിണറായി വിജയനെ വലത്തും നിർത്തിക്കൊണ്ടുള്ള ആ പുസ്തക പ്രകാശനം നൽകുന്ന സന്ദേശം എന്താണ് റോഷിപാൽ? സുജയ, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ രേഖാമൂലം തന്നെ ഗവർണറോട്, രാജ്ഭവനോട് ആവശ്യപ്പെട്ടാണ് ഔദ്യോഗിക പരിപാടികൾ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നത്. അതിന്റെ കാരണങ്ങൾ തന്നെ അന്ന് വിശദീകരിക്കുകയും ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരിപാടി, മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും രാജ്ഭവൻ ഈ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ഈ പുസ്തകം ഇറക്കുമ്പോൾ അതിനെ വിമർശിച്ചതിന് പോലും കൃത്യമായി ഒരു തിരിച്ചുള്ള മറുപടി പോലും ഗവർണർ നൽകാൻ തയ്യാറായിട്ടില്ല. ഒരു തർക്കത്തിലേക്ക്, സർക്കാരുമായി ഒരു നേരിട്ടുള്ള തർക്കത്തിലേക്ക് പോകാൻ ഗവർണർക്ക് താല്പര്യമില്ല. സമാനമായി തന്നെ സർക്കാരിനും വലിയൊരു തർക്കമുണ്ടാക്കാൻ താല്പര്യമില്ല. നേരത്തെ ഗവർണറുമായി വലിയ തർക്കങ്ങൾ നിലനിന്നതാണ്. സമാനമായ തർക്കങ്ങളില്ല. ഗവർണറായി അർലേക്കർ വരുമ്പോൾ തന്നെ CPM നേതൃത്വം അടക്കം പറഞ്ഞിരുന്നു ഒരേപോലെ ആയിരിക്കില്ല സമീപനം, പ്രകോപനം ഉണ്ടാകില്ല. സമാനമായ രീതിയിൽ പ്രത്യേകിച്ച് സഭാ സമ്മേളനം നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പോവുകയാണ്. ആ ഘട്ടത്തിൽ ഒട്ടേറെ ബില്ലുകൾ, സഭ പാസ്സാക്കുന്ന ബില്ലുകൾ അടക്കമുണ്ട്. അതിൽ ഒപ്പുവെക്കേണ്ടത് ഗവർണറാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവർണറുമായി ഒരു നേരിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകാതെ അനുനയത്തിന്റെ പാതയിലേക്ക്, നേരത്തെയുള്ള തർക്കങ്ങളൊക്കെ ഒരു മഞ്ഞുരുകുന്ന ഒരു സാഹചര്യം. കാരണം ഭാരതാംബയിൽ തുടങ്ങിയ തർക്കമാണ്. ആ തർക്കത്തിന്റെ ഒരു മഞ്ഞുരുകുന്ന സാഹചര്യവും അതിന്റെ കാഴ്ചകളുമാണ് ഇന്ന് രാജ്ഭവനിൽ കാണാൻ കഴിയുന്നത്. ശരി. റോഷിപാലും ഗോപാൽ ഷീല സനലുമാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കുറേയൊക്കെ മഞ്ഞൊക്കെ ഉരുകി കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ ഒരു ആകെ തുക ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, എല്ലാവരും ഒന്നിച്ചൊക്കെ അങ്ങ് പോട്ടെ അല്ലേ.